ലക്ഷണമല്ല, തെറിക്ക് ഒരു കുറവുണ്ടാവൂല. ഒന്ന് തീർക്കത്. ദേവി മഹാമായേ, എന്തൊരാപത്ത് കൂടാണ്ട് ഭംഗിയായിട്ട് എല്ലാം തീരണേ. തുറക്കണോ? പലിക്കല്ലേ? ദേവി ഭഗവതി, എന്നെങ്കിലും റേഞ്ച് ഉണ്ടാവണേ. നാട്ടുകാരുടെ തെറി കേൾക്കാനായിട്ട് വരുത്തരുതേ. ഒന്ന് ചെയ്തോട്ടെ. ആ സുധീറിന്റെ വിരൽ നോക്കാതില്ലേ? ആ ഇനി നമ്പർ അടിച്ച് ARP. സാധനം വന്നല്ല. അതല്ല, ഇന്നലെ ഉണ്ടാഞ്ഞോണ്ടേ ഫുൾ റേഞ്ചാണ്. ഇന്ന് തകർക്കാം. ഈ സമയത്ത് ഒരെണ്ണം കയറി വരണ്ടോക്ക്. ആ ഇന്ന് ആർക്കും അരി വേണ്ട. റേഞ്ച് ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് വരും കുതിര കയറാൻ. എടാ കൈനീട്ടം വിറ്ററില്ലടാ, അതിന് മുമ്പ് മണക്കാൻ വന്നേക്കാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാണ്. എടാ വല്ല മരുന്നും മേടിച്ച് കഴിക്കടാ, ഇതെന്തോ അസുഖമാണ്. റേഷനരി മണത്തണ. അങ്ങനെ പോരാ പോരാ, പവർ പോരാ, കഴിഞ്ഞ ആഴ്ച എത്ര പോരാ, എങ്ങനെ പോരാ? ഇനി വരാണ്ട ഒരെണ്ണം പൊട്ടിക്കാനുണ്ട്. കുട്ടിക്കാരനല്ലേ? അത് മണത്താ നോക്ക്. അത് സമാധാനം. എന്തൊരു ജമ്മാടത്! ഈ കള്ളിന്റെ കഞ്ചാവിന്റെ ഒക്കെ മണം ഇഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ റേഷനരി മണത്തിട്ട് ജീവിക്കുന്ന ഒരു ജമ്മ. അത് അവന്റെ ഒരു ലഹരിയാണെന്ന്. എന്ത് ചെയ്യാനാണ്? നമുക്കൊരു സഹായമാണ് അവൻ വന്നാലേ. അച്ഛനവിടാ? അച്ഛൻ കിടപ്പിലാണ്. ഇന്നലെ വൈകുന്നേരം കൂടി കണ്ടാണ്ടാ? അല്ല, അച്ഛന് കുഴപ്പം പറ്റി കിടപ്പല്ല. രാവിലത്തെ അടിച്ച് മൂത്ത് കിടപ്പ. അത് സ്ഥിരമുള്ള പരിപാടിയല്ലേ. ഇച്ചിരി പണിത്തരം ഉണ്ട്. ആ വിരലൊക്കെ ഒന്ന് തുടച്ചു നോക്ക്. കൈ വെച്ച നോക്കി കുത്തത്. പ്രഭാകരനല്ല എന്റെ പേര്. പേര് മാറി കുട്ടിയടാ. ക്യാൻസൽ ഈ റെഡിൽ കുത്തിക്കാൻ മാറ്. ഇനി രണ്ടാമത് എൻട്രി ചെയ്തേ. അത് തള്ളി അകത്തോട്ട് നോക്കല്ലേ, പതുക്കെ വെച്ചാൽ മതി. ഓക്കെ അല്ല. എന്താ വേണ്ടതില്? 20 കിലോ അരിയുണ്ട്, 5 കിലോ ഗോതമ്പുണ്ട്. എല്ലാം വേണം. സഞ്ചി കൊടുത്തുണ്ടാ? സഞ്ചി ഒന്നാം ഒരു 10 കിലോ അരി കൊണ്ടായിക്കോ. 10 രൂപ. 10 രൂപ എടുക്കണ കുട്ടിയെ. എന്തിന്? അരിക്ക് ഫ്രീ അല്ലേ? 10 എന്തിനാണ്? ഇപ്പൊ 1 ഉറുപ്പ്യാണ് അരിക്ക്. ഇപ്പൊ വെറുതെ കിട്ടില്ല. സുഖതയോട് ഇത്ര നാളിത് ഫ്രീ ആയിട്ട് ഇടിക്കൊണ്ടിരുന്ന അരിയല്ലേ? ഇത് BPL കാർഡല്ലേ? അതെ. ഇതിനിപ്പോ 1 രൂപ വെച്ച് വേണം 1 കിലോ അരിക്ക്. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ? പത്രത്തിലുണ്ടായല്ലോ. അതെ, ഈ വിഷയം വന്നതിന്റെ ശേഷം ഇപ്പൊ 1 ഉറുപ്പ്യ വേണം. മഞ്ഞക്കാട്ടിൽ അരിക്ക് മാത്രമേ കാശില്ലാത്തുള്ളൂ. മനസ്സിലായോ? സുഖതയോടിന് ഇപ്പൊ വിഷയം വാങ്ങിച്ചത് ഞാൻ കാശിന് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊരു കഷ്ടാന്ന് നോക്കിയത്. 1 രൂപയുടെ അരി മേടിക്കാൻ 10 രൂപ തരാനില്ല എന്നാ പറഞ്ഞു. 10 രൂപ കൊടുത്തേ. 10 രൂപ കടം കൊടുക്കും. ആര്? ഞാൻ 10 രൂപ കടം കൊടുത്ത് അരിയും കൊടുക്കണം. മിണ്ടാതെ പോയിക്കോടുന്നു. മോനൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് 10 രൂപ എടുത്തുണ്ടോ? അരി ഇവിടെ ഉണ്ടല്ലോ, ചാക്കിലുണ്ടല്ലോ. അരി തന്നൂടെ? ഞാൻ പൈസ കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരണേട്ടാ. കൈ നട്ടാണ്, അതുകൊണ്ടാണ് കൊടുക്കുന്ന. ശരിയാണ്. ഒരു അറിയിപ്പില്ലാണ്ട് ഇപ്പൊ കാശ് കൂട്ടിയാണ്. മോനെ, ഈ കൂട്ടിയ കാശ് എന്ന് പറയണത് 1 രൂപയല്ലേ? അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഇവിടെ ഇല്ലെങ്കിലോ? ഈ അരി വെറുതെ കിട്ടില്ലല്ലോ. ആരെങ്കിലൊക്കെ അധ്വാനിച്ചുണ്ടാക്കണല്ലേ? കൊണ്ടന്നോട്ടാ 10. എന്റെ ഉണ്ണി ഒന്ന് വെറുതെ ഉണ്ണി ഒന്ന് ഇവന് ഈ അരി നിന്ന് പിത്തം പിടിക്കുന്നത് ഉണ്ട് കേട്ടോ. അച്ചക്ക് തന്നെ തിന്നാ. പ്രസ് പോയില്ലേ മാഷേ? ഇന്ന് പ്രസ്സിലൊന്നും പോയില്ലടോ. ഇന്നലെ ഭാര്യ വന്നിട്ട് അവള് കുറെ നേരമൊക്കെ നിന്നത് ഇതിലെന്താ കംപ്ലൈന്റ് ആണെന്ന് പറയണല്ലോ. അല്ല, അത് ഈ നെറ്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക്. ഒന്നും നടക്കില്ല. നെറ്റില്ലെങ്കിൽ പിന്നെ ഒരു പറ്റും നടക്കില്ല. ഞാനിപ്പോ അത് കാരണം ഇന്ന് മെനക്കെട്ടേക്ക് ഇപ്പൊ പ്രസ്സിൽ പോയില്ല. ഇപ്പൊ പുതിയ നിയമം ജനങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ ആകെ വലച്ചിലാണ്. എന്തപ്പോഴത്തെ സ്ഥിതി ഇതൊക്കെ കൊണ്ടുവന്നിട്ട്? എന്ത് റേഷൻ കട നിർത്താൻ പോവാ ഞാൻ? അതിന്റെ
10 പൈസയില്ലെന്നേ ആകെ 16 റുപ്യ ശമ്പളം കിട്ടുക. അതിൽ 9 റുപ്യ ബല കൊടുക്കണം, 3 റുപ്യ ഇതിന്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം. പിന്നെ ഞാൻ എന്തിനാ ചൊറിയും കുത്തിപ്പെട്ടിരിക്കുന്നത്? പഴയ തിരുമറി നടക്കണില്ല, ഒന്നും നടക്കണില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ വെറുതെ പറയണതാണ്. റേഷൻ കടക്കാർ കരിഞ്ഞത്തേക്ക് വെക്കുക അത് എന്നൊക്കെ. 10 പൈസ നാട്ടുകാരനെ ഞാൻ പറ്റിച്ചിട്ടില്ല ഇന്ന് വരെ. ഞാൻ അധ്വാനിച്ച കാശുകൊണ്ട് 2 കൊല്ലം അറസ്റ്റ് ചെയ്തിരി തിരുമുറി എടുത്തത്. അല്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഇപ്പൊ സാധാരണ പതിവ്. അതൊക്കെ റേഷൻ കടയൊക്കെ ആകുമ്പോ അങ്ങനെയൊന്നും ഇല്ലാണ്ടൊന്നും പിടിച്ചേക്കാൻ പറ്റില്ലടോ. എന്തിനാവട്ടെ അരി എടുക്കല്ലേ എനിക്ക് അരി. അപ്പൊ അതില് കാറിൽ എത്ര വിളിച്ചു? എനിക്ക് എപ്പോഴും വരാൻ കാർഡിൽ ഗോതമ്പുണ്ട്, 3 ടൈപ്പ് അരിയുണ്ട്. 4 പേരല്ലേ? 8 കിലോ അരി ഉണ്ട്. 8 കിലോ അരി ആയിക്കോട്ടെ. റേഞ്ചില്ല, നെറ്റ് പോയി. ഈ വർത്താനം പറയുന്ന വിവരം അരി മനുഷ്യ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലോ പോയി ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ പറയണത്. കുറച്ചേരം കാക്ക് ഭാഷ വരും. ഒരു കഷ്ടം നോക്കിയാൽ ഒരു കാര്യം ചെയ്യും. നീ എന്തായി കാണിക്കണത്? ഇതിപ്പോ അവിടെ വെച്ചിട്ട് ബില്ല് കുത്താൻ പറ്റും. ഇവിടെ ആക്കിയത് റേഞ്ച് എന്താന്ന് നോക്കിയത്. ഞാനേ പുറത്ത് കുറച്ച് മരുന്ന് മേടിക്കാണ്ട്. എന്നാ അതിവിടെ ഇരിക്കട്ടെ, മാഷ് പോയിട്ട് വരും. റേഞ്ച് ഇല്ല. ഞാനേ ഒന്നും വരണ്ട. റേഞ്ച് ഇല്ലല്ലോ. ഏത് നേരം ഇവിടെ കുത്തിയിരുന്ന് ഈ പച്ചരി നിന്നിട്ട് വല്ല പിത്ത പിടിക്കണേക്കാ. ഞാൻ പോയിട്ട് വരാം. ഉണ്ണി 2 ചായ മേടിച്ചോടാ. 3 മണിക്കാ? 2 മതി. 2 മതി. 2 മതിയാ? ആ അപ്പൊ എനിക്ക് വേണ്ട. എന്നാ 3 മേടിക്ക്. നീ ചെല്ലി തിന്നാൻ വേണ. എന്റെ പ്രാർത്ഥന പോലെ ഇരുന്നോ. സത്യശീലം വരുന്നുണ്ട്. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയത് തന്നെ അയാളുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. ഇന്ന് കിട്ടുമാരി? ഇന്ന് കിട്ടുമോന്ന്? അതെ. എന്താ അതെ? ഈ റേഞ്ചേ. എന്ത് റേഞ്ച്? ഈ സിഗ്നല്. എന്ത് സിഗ്നല്? എന്ത് സിഗ്നല് ഞങ്ങള് പറയണത്? അല്ല ഇതിലെ സിഗ്നലേ മിഷ്യന്റെ. എനിക്കൊന്ന് അരി തരുമോ? അത് കുറച്ച് സമയം പിടിക്കട്ടെ. ഇനി എന്ത് കുറച്ച് സമയം? എന്തൊരു കഷ്ടം നോക്ക്. ഇങ്ങോട്ട് വാ, റേഞ്ച് വന്നു. വേഗം കാർഡ് കൊണ്ടാ. ഇനി അത് പോയിട്ട് വേണം ഇവിടെ കിടന്ന് അലമ്പാൻ. ഇങ്ങനെ വാ. കാർഡ് കാർഡ് എടുക്കുന്നു. അതൊക്കെ പറയാൻ പോരെ. സുഖമായിട്ട് അടിച്ചേ. നമ്പർ പറ. 64 34. വെച്ചു പെരല് വെച്ചു. പെരല് വെക്കാൻ വരല് വെക്ക്. ആ തെളിയാനല്ലോ. നേരെ വെക്കി. 1 മിനിറ്റ്. ഇതില് പാടൊന്നുമില്ലല്ലോ. ഇത് ഒന്ന് സത്യശീലം ഒന്ന് തലയിലെങ്ങനെ ആക്കിയ ഇവിടെ തെളിയാനല്ലോ. ഒരു കാര്യം ചെയ്യാം, അത് പോട്ടെ. ആധാർ കാർഡ് എടുത്ത. എന്ത് ആധാർ കാർഡ്? ഈ ആധാർ കാർഡായിട്ട് ഞാൻ പണിക്കുള്ള ആള് ഈ ആധാർ കാർഡ് പോകലിട്ട് നടക്കുവോ? എന്റെ സത്യശീല, ഇത് പുതിയ നിയമമാണത്. കൈരേഖ പതിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ. വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലോ. കഴിഞ്ഞ മാസം ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ തന്ന എനിക്ക് അരി. അത് കഴിഞ്ഞ മാസമല്ലേ? ഈ മാസം മുതൽ നിയമം മാറിയില്ലേ സത്യശീല? 1 കിലോ കൊടുത്തേക്കട്ടെ. തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കണം. അതിന്റെ കാശാരാ തരിക? മറിമായം.